വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടി വരിക. നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുടെ ഒരു റെസൊല്യൂഷൻ കിട്ടാനായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയോട് പല കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇന്ന കാര്യത്തിൻ്റെ ഒരു ആൻസർ എനിക്ക് പെട്ടെന്ന് തന്നെ തരണം എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നിങ്ങൾ അവരുടെ ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും അത് അവരോട് ഡയറക്റ്റ് തന്നെ ചോദിക്കുന്നത്, അതിനൊരു ആൻസർ കാണാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. വെള്ളം കുടിച്ചതാണ്, തൊണ്ട ഡ്രൈ ആയി. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഏത് വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരാളാണെങ്കിലും അവരോട് നിങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹവും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ വളരെ സിൻസിയറാണ്, വളരെ സത്യസന്ധമാണെന്നാണ് കാണുന്നത്. അതിൽ ഒരു ചെറിയൊരു അണുപോലും ഒരു കള്ളത്തരമില്ല. അത് എഗെയിൻ ആൻഡ് എഗെയിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്നൊരു ക്ലാരിഫിക്കേഷൻ കുറവ് വരുമ്പം, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു മിസ്ക്ലാരിഫിക്കേഷൻ വരുമ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ അസ്വസ്ഥരാകുന്നു. നിങ്ങളെ തന്നെ മറക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിന്നെ യാന്ത്രികമായി പോകുന്നു. ഒന്നും നിങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അസാന്നിധ്യം, അവർ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തൊരു സമയം വരുമ്പം, അവർ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തൊരു നിമിഷം വരുമ്പം നിങ്ങൾക്ക് വളരെയധികം വിഷമഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. പലതരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്രഷൻ്റെ അവസ്ഥാന്തരങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നത്. അത് ഓവർകം ചെയ്ത് മുന്നോട്ട് വളരെ ശക്തമായിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യാശിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. എന്നാലും അത് ഓവർകം ചെയ്യാന്ന് പറയുന്നൊരു കാര്യം അത് മാത്രം നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് നിങ്ങളുടെ വ്യക്തിക്കും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. എങ്ങനെയായാലും നിങ്ങളുടെ മനസ്സ് അത് നിങ്ങൾ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ.
ആ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുമ്പോഴാണ് ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതും. എങ്ങനെയാണ് മുന്നോട്ട് പോവാം, ഇനി മുന്നോട്ട് പോവുക എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ, എല്ലാം ഇതുവരെ കഴിഞ്ഞത് ഓക്കെ, ഇനി തൊട്ട് മുന്നോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ കൂടി നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അവരുടെ അവസ്ഥയാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയാണ് ഇപ്പോൾ കൂടുതലും ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരുന്നില്ല, അത് നിങ്ങളെയും വേദനിപ്പിക്കുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ മാറി നിന്നാലും ആ വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തോടും വീട്ടുകാരോടൊക്കെ ഒപ്പം വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് തന്നെ ചിലവഴിച്ച് മുന്നോട്ട് പോകുന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും അതൊരു ചിന്ത മാത്രമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. അത് നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ സെറ്റായിട്ടിരിക്കുകയാണ്, അത്ര ഹാപ്പിയൊന്നുമല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണെങ്കിൽ ഈ വക കാര്യങ്ങൾ എൻ്റെയർ ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങളുടെ സ്റ്റേജ് വരുമ്പം. അപ്പോൾ ടോക്സിക് ആണെങ്കിൽ അത് ഏത് രീതിയിൽ കാണണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ മുൻഗോഡസ് ചാനലിൽ. നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മുൻഗോഡസ് നമ്മുടെ വ്യക്തിയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള രീതിയിൽ മാറ്റി മറിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ചിന്താധാര വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി വളരെ മിടുക്കരാണ്. പല കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പ്രസൻ്റായിട്ട് ചെയ്യുന്ന ആൾക്ക് നിങ്ങളുടെ ഈ ഒരു എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനൊരു ആൻസർ തരാൻ പറ്റാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയെ നിങ്ങൾ വളരെയധികം വിഷമത്തോടു കൂടി നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പല സ്റ്റേജുകൾ, നിങ്ങൾ കടന്നു പോകുന്ന പല അവസ്ഥകളാണ് ഇതിൽ കാണിക്കുന്നത്. എന്താ നിങ്ങൾ പല സ്ഥലങ്ങളിലും ഇനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരം പറയുന്നില്ല. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ. എന്നാൽ ആ വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണ് ആ ഡിസിഷൻ എന്ന് നിങ്ങളോട് പറയാനായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട്. എങ്കിലും സ്വന്തം ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് അറിയുന്നില്ല. അതിന് നിങ്ങളുടെ ഒരു സാന്നിധ്യം അവർക്ക് കൂടിയേ തീരൂ. അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുന്നുണ്ട്, പല ദുഃഖകരമായിട്ടുള്ള അവസ്ഥകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് അത് ഓവർകം ചെയ്ത് പുറത്തോട്ട് വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കവർ ചെയ്ത് മുന്നോട്ട് വരിക എന്നൊന്നും ആ വ്യക്തിക്ക് അറിയില്ല. അത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള നോട്ടത്തിൽ കൂടെയും ടച്ചിൽ കൂടെയൊക്കെ അത് വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ സ്നേഹത്തെ അവർ മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള വ്യക്തികളാണ്. അത്രയും കഴിവുള്ളവരാണ്. പക്ഷെ ചില കാര്യങ്ങൾ അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ സാഹചര്യങ്ങളിലേക്ക് അവർ വരുമ്പം അവരങ്ങോട്ട് നമ്മളെ ശിരസ്കരായി പോവുകയാണ്. ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അവരെ കുരുക്കിലാക്കിയിട്ട് ഇങ്ങനെ ഞെരുക്കി കളയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുന്നത്തെ റീഡിങ്സുമായിട്ട് റെസൊനേറ്റ് ആവുന്നുണ്ട്. സോ മുന്നത്തെ റീഡിങ്സ് ഒന്ന് പോയി കാണുക 3 ചാനലിൽ. ഫുള്ളി ഡിപ്രസ്ഡ് ആണ് ഇപ്പോൾ ഇവർ. ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള പല സിറ്റുവേഷൻസിൽ കൂടെയും കടന്നു പോകുന്ന ഒരു ഇത് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് ഇതിൽ കാണിക്കുന്നത്. സ്വന്തം കഴിവിൽ പോലും ആത്മവിശ്വാസം ഇല്ലാതെ അവർ കിടന്ന് അലയുന്നതും അല്ലെങ്കിൽ അവരതിൽ കിടന്ന് വിഷമിക്കുന്നതൊക്കെയാണ് കാണുന്നത്. ഒരുപാട് കഴിവുള്ള വ്യക്തികളുമാണ്. പക്ഷെ ആ കഴിവിൽ തന്നെ അവർക്ക് ഫുൾഫിൽ ചെയ്യാനോ സാറ്റിസ്ഫൈഡ് ആവാനോ പറ്റുന്നില്ല. മനസ്സിലേറ്റിട്ടുള്ള പല ആളുകളും പല വാക്കുകളും അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല, ആ വ്യക്തിക്ക് പറ്റുന്നില്ല. പല കാര്യങ്ങളും അവരെ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ വരെ അതൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഈ മെമ്മറിയിൽ ജീവിക്കുന്നതും
ഒരു ഫ്രീസിങ് സ്റ്റേജിൽ നിങ്ങളിപ്പോഴും മുന്നോട്ട് പോകുന്നതൊക്കെ. ഇമോഷണലി രണ്ടുപേരും വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറാക്കിൾ മെസ്സേജസ്, നിങ്ങൾ ഇനി ഒരു സമയം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇമോഷണലി വീക്കായ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും എന്ത് മെസ്സേജാണ് കിട്ടാനുള്ളത്. ഏത് കാര്യവും അതിൻ്റേതായിട്ടുള്ള പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അത് എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കും അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുക. അത് നിങ്ങൾ എത്ര ആലോചിച്ചിട്ടും വിഷമിച്ച് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് എത്ര സങ്കടപ്പെട്ട് നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ പെർഫെക്റ്റ് ടൈം എപ്പോഴാണോ ആ സമയത്താണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവുക. അതുവരെ അത് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. പക്ഷെ അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബെറ്ററാണ് എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. അതുവരെ നിങ്ങൾ എങ്ങനെയൊക്കെ കുതികാല് വെട്ടിയിട്ടും കാര്യമില്ല, നിങ്ങൾക്കത് കിട്ടത്തില്ല. യെസ്, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും കണ്ടോ, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഉള്ളം കയ്യിലുള്ള വ്യക്തികളാണ്. അത്രയും കെയറിങ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ കിട്ടുന്ന വ്യക്തികളാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ യെസ് തന്നെയാണ് നിങ്ങൾക്കുള്ള ആൻസർ. നിങ്ങൾ എത്രയൊക്കെ വിഷമിച്ചാലും നിങ്ങൾക്കുള്ള ആൻസർ യെസ് എന്നാണ്. നിങ്ങൾ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവും, അതിൻ്റെയൊക്കെ ഉത്തരം ഇതാണ്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നമ്മുടെ 3 ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയി സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ.